നോറയ്ക്ക് സാബു മോന്റെ വക താക്കീത്. നോറയുടെ സത്യമിടൽ അനീത്തിനെയും അമ്മേനെയും ഒക്കെ ഇട്ട് സത്യമിടുന്ന പരിപാടി അത് നിർത്തിക്കൊള്ളണം എന്നാണ് സാബു വാണിംഗ് കൊടുത്തത്. സംഭവം മറ്റൊന്നുമല്ല, അവിടെ ഡയമണ്ട് അന്വേഷിച്ച് നടപ്പാണ് എല്ലാവരും. അപ്പോൾ അത് സായിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് നോറ അവിടെ പറഞ്ഞു. എനിക്കറിയാം അത് എവിടെയാണുള്ളതെന്ന് എന്ന് പറയുന്നുണ്ട് അവിടെ നോറ. ആ സമയത്ത് അവിടെ സാബു ചോദിച്ചു ആരുടെ കയ്യിലാണ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് സായിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാബു മോനെ ദേഷ്യം വന്നു. സാബു പറഞ്ഞു അറിയാത്ത കാര്യം പറയരുത്, നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യത്തിന് വീട്ടുകാരെ വിളിച്ച് ഇനി മേലാക്കം സത്യം ഇട്ടു പോവരുത് എന്ന് നോറയെ വഴക്ക് പറയായിരുന്നു. എന്നിട്ട് നോറ ബാത്റൂം ഏരിയയിൽ പോയിരുന്ന് ഭയങ്കര കരച്ചിലും മെഴുകലൊക്കെ ആയിരുന്നു. എന്നിട്ട് സായി വന്നിട്ട് ചോദിക്കുന്ന എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്താണ് സായി അവിടെ പറയുന്നത് ഞങ്ങളത് പ്രാങ്ക് ചെയ്തതാണ്, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞങ്ങളത് പ്രാങ്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചില്ല. എന്നെ പറ്റിച്ചില്ലേ, എന്നെ ഇപ്പൊ കള്ളത്തിയാക്കിയില്ലേ, ഞാൻ നുണ പറയുന്നവളാക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. നോറ കഷ്ടം തന്നെ എന്ന് തോന്നിപ്പോയി. ഒരു പ്രാങ്ക് അവിടെ കാണിച്ചത് അത് എന്റർടൈൻമെന്റ് ആയിട്ട് പ്രാങ്ക് കാണിച്ചതാണ്. ഇവരുടെ കയ്യിൽ അത് കിട്ടി എന്ന് വിചാരിച്ച് അർജുനും സായിയും സിജോയും അവിടെ മാറി മാറി പോക്കറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നു. ഇവരെല്ലാവരും കൂടി അവരെ പൊതിഞ്ഞ് പോക്കറ്റ് തപ്പുന്നു. അവിടെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് അതൊരു പ്രാങ്ക് ആയിട്ട് അത് അവിടെ പോയൊരു കാര്യമാണ്, അത്രയും രസകരമായിട്ട്. അതിനെയാണ് നോറ അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നത്. നമുക്ക് ഉറപ്പില്ലാതെ അത് ഫുള്ളായിട്ട് അവിടെ കണ്ടിട്ടില്ല. എന്റെ പോക്കറ്റിലുണ്ടെന്ന് സായി അവിടെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഒരു കളർ കാണിച്ചു കൊടുത്ത് പറഞ്ഞതാണ്. അതിനെയാണ് അവിടെ സായിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ തൊട്ട് സത്യം ചെയ്തത്. അതാണ് സാബുവിന് ഇഷ്ടപ്പെടാതിരുന്നത്. വീട്ടുകാരെ തൊട്ട് സത്യം ചെയ്യരുത് എന്നാണ് അവിടെ സാബു പറഞ്ഞിട്ടുള്ളൂ. അതിനെയാണ് ഇപ്പൊ അവിടെ ഇരുന്ന് ബാത്റൂം ഏരിയയിൽ ഇരുന്ന് കരച്ചില് മെഴുകില്. അവസാനം സായി വന്ന് സത്യം പറഞ്ഞിട്ടും സായി എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഇരുന്ന് കരയുന്നത്. കഷ്ടം തോന്നിപ്പോയി ലൈവ് കണ്ട സമയത്ത്.